നല്ല ആരോഗ്യമുള്ള മുടി ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ ഉള്ളു കുറഞ്ഞതും നേർത്തതുമായിട്ടുള്ള മുടി പലരുടെയും ആത്മവിശ്വാസം കെടുത്തുന്നവയാണ്. നല്ല നീളമുണ്ടെങ്കിലും മുടിക്ക് കട്ടിയില്ലാതാകുന്നത് മുടിയുടെ സൗന്ദര്യം ഇല്ലാതാക്കും. പല കാരണങ്ങളാൽ ഇത് സംഭവിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹോർമോൺ ഇംബാലൻസ്. സ്ത്രീകളിൽ പ്രഗ്നൻസി, മെനോപോസ്, തൈറോയിഡ് പ്രോബ്ലംസ് എന്നിവയെല്ലാം മുടി നേർത്തതാകാൻ ഇടയാക്കും. ഇരുമ്പ്, വിറ്റമിൻ ഡി, ബയോട്ടിൻ, സിങ്ക്, പ്രോട്ടീൻ തുടങ്ങിയ പ്രധാന പോഷകങ്ങളുടെ കുറവ് എന്നിവയും മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മുടി നേർത്തതാകുന്നത് തടയാനും മന്ദഗതിയിലാക്കാനും സാധിക്കും. അതിനായിട്ട് ചെയ്യേണ്ട എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ്. ഡയറ്റിൽ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോട്ടീൻ, അയൺ, ബയോട്ടിൻ, വിറ്റമിൻ ഡി, സിങ്ക്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് തുടങ്ങിയ വിറ്റമിനുകളും മിനറൽസും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇത് നമ്മുടെ മുടി നേർത്തതാകുന്നത് തടയാനും ആരോഗ്യത്തോടെ നിലനിർത്താനും സഹായിക്കും. അടുത്തത് സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. മുടിയുടെ കട്ടി നഷ്ടമാകാൻ കാരണമാകുന്ന ഒന്നാണ് നമ്മുടെ സ്ട്രെസ്സ്. അതിനാൽ തന്നെ യോഗ, ധ്യാനം അല്ലെങ്കിൽ എക്സസൈസ് പോലുള്ള ശാരീരിക പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ആ സ്ട്രെസ്സ് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. മുടി നേർത്തതാകുന്നത് ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കും. അടുത്തത് ഹീറ്റ് സ്റ്റൈലിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ്. സ്ട്രെയിറ്റ്നേഴ്സ്, കേളിംഗ് അയൺസ്, ഹെയർ ഡ്രയർ എന്നിവയൊക്കെ പതിവായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിയുടെ ആരോഗ്യം ദുർബലപ്പെടും. മുടിയുടെ കട്ടി ഇല്ലാതാക്കുകയും മുടിയിഴകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും ഇത് കാരണമാകും. അതിനാൽ ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കുന്നതാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലത്. അതുപോലെ തന്നെയാണ് നമ്മൾ മുടികളിൽ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കണം. കൂടാതെ ഇറുകിയ ഹെയർ സ്റ്റൈലുകൾ നമ്മൾ മുടിയിൽ ചെയ്യുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി അടുത്ത് നമ്മൾ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ സ്കാൽപ്പിനും മുടിക്കും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഷാമ്പൂ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സൾഫേറ്റ് അടങ്ങിയതും അതുപോലെ തന്നെ വീര്യം കൂടിയതുമായിട്ടുള്ള ഷാമ്പൂ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ നമ്മുടെ മുടി നേർത്തതാക്കാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഷാമ്പൂസ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. മൈൽഡായിട്ടുള്ള ഷാമ്പൂസ്, നമ്മുടെ സ്കാൽപ്പിന് യോജിക്കുന്ന തരത്തിലുള്ള ഷാമ്പൂസ് നോക്കി യൂസ് ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ സമയക്കുറവ് മൂലം അധികം ആരും ചെയ്യാത്തൊരു കാര്യം നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ പതിവായിട്ട് നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലൊക്കെ നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ആരോഗ്യകരമായിട്ടുള്ള മുടിയുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കും. നമ്മുടെ മുടി കട്ടിയുള്ളതായിട്ടും കരുത്തുള്ളതായിട്ടും നിലനിർത്താനായിട്ട് ഇത് സഹായിക്കും. നമ്മുടെ തലയിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റോസ്മേരി ഓയിലോ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ജെന്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നല്ല ഉറക്കമാണ്. നമ്മുടെ ഉറക്കത്തിൻ്റെ അഭാവം മുടിയുടെ ആരോഗ്യത്തെയും വളർച്ചയും പ്രതികൂലമായിട്ട് ബാധിക്കും. അതിനാൽ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയും നല്ല സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാനായിട്ട് സഹായിക്കും. നമ്മൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ അത്യാവശ്യമാണ് വെള്ളവും. മുടിയുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമ്മുടെ തലയോട്ടിയിലും മുടിയിഴകളിലും സ്വാഭാവിക ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും. മുടി കൊഴിച്ചിൽ, വരൾച്ച, മുടി പൊട്ടിപ്പോവുക, നേർത്തതാകുക തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇതേറെ സഹായിക്കും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകുന്നതാണ് ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ അലാം വെച്ചിട്ട് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ അലാം വെച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് സ്മോക്കിംഗ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇത് ഹെയർ ഫോളിക്കിൾസിനെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. മുടിയിഴകളുടെ കട്ടി നഷ്ടമാകാനും ഇത് സാധ്യതയുണ്ട്. അപ്പോൾ സ്മോക്കിംഗ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന മറ്റ് പ്രശ്നമാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഹോർമോൺ ഇംബാലൻസ്, അയണിൻ്റെ കുറവ്, തൈറോയിഡ് ഇംബാലൻസ് ഇതെല്ലാം നമ്മുടെ മുടിയുടെ കനം കുറയ്ക്കാനായിട്ട് കാരണമാകുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന മുടിയുടെ കട്ടി കുറയുകയോ അല്ലെങ്കിൽ ഉള്ളു കുറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, മുടി കൊഴിച്ചിലുണ്ടാകുന്ന ഒക്കെ സമയത്ത് നമ്മൾ ഇതിലേത് കാരണം കൊണ്ടാണ് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകുന്നതെന്നുള്ളതെന്ന് ശ്രദ്ധിച്ചിട്ട് അതിന് വേണ്ടുന്ന പരിഹാരം ചെയ്യുക.